ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് വെർമിസെല്ലി. നമ്മൾ ഈ പായസമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യത്തിന് ഈ വെർമിസെല്ലിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു സൈഡിലേക്ക് വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട, ഒത്തിരി അത് വെന്ത് കുഴഞ്ഞു പോകരുത്, അതിനായിട്ടാണ്. അപ്പോൾ ഇത് മൂടി വെച്ചു. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഈ മുട്ടയൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടുന്ന കുറച്ച് പച്ചക്കറികൾ, ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഇപ്പോൾ അധികം പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് നമുക്ക് ക്യാപ്സിക്കമും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്ന് വറന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിച്ചിരി ബീട്രൂട്ടും ക്യാരറ്റും ക്യാപ്സിക്കമും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ മസാല ഉപ്പൊക്കെ എല്ലായിടത്തും പിടിച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കുക. അപ്പം മുട്ടയുടെ പീസൊക്കെ ഒരു കുറച്ച് വലിയ കഷ്ണമായിട്ട് കിട്ടും. ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ സോസുകളൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം നന്നായിട്ട് ഈ മുട്ടയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്ന വെർമിസെല്ലി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഫ്ലെയിം മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കണം. നമ്മളിത് മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ മിക്സ് ചെയ്യലോ, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ബീട്രൂട്ട് ഇട്ട കാരണം കുറച്ചൊരു റെഡ് കളറ്, ബീട്രൂട്ട് ഇട്ടില്ലെങ്കിൽ നല്ലൊരു യെല്ലോ കളറായിരിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ വെർമിസെല്ലി ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.